ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു കറിയാണ്. പരിപ്പൊന്നുമില്ലാതെ ഒരു സിമ്പിൾ കറി തേങ്ങാക്ക അരച്ചിട്ട്. ആദ്യം അരയ്ക്കാനുള്ളത് നോക്കാം. ഒരു ചീൻചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് വറ്റൽമുളക്, പിന്നെ 2 ടീസ്പൂൺ ധനിയ സീഡ്സ്, മല്ലി സീഡ്സ്, പിന്നെ തേങ്ങ ഒരു ഹാഫ് കപ്പ് എടുത്തോളൂ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ഒരു ഹാഫ് എടുത്തു ഞാൻ. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറക്കണം. ആ തേങ്ങയുടെ കളറൊക്കെ മാറേണ്ട വരയ്ക്ക് വറക്കണം. ഈ കൂട്ടാണ്ട് ടേസ്റ്റ് അതാണ്. നന്നായിട്ട് അതൊന്ന് വറക്കണം. ഇത് അയൺ ഇരുമ്പ് ചീൻചട്ടി നിങ്ങൾ നന്നായിട്ടുണ്ടാവും. സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ച ഈ കളർ മാറണം. നമ്മൾ ഈ ചമ്മന്തിപ്പൊടിനൊക്കെ അരയ്ക്കേണ്ട മാതിരി നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആവണം. പിന്നെ ഒരു മിക്സി ബൗളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഇതാണ് അതിൻ്റെ കറിയുടെ മസാല. പിന്നെ ഇത് ചൂടി ആറിയ ശേഷം അരയ്ക്കാം. പിന്നെ ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് വെണ്ടക്ക, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെണ്ടക്കയും പിന്നെ ചെറിയ ഉള്ളി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടക്കൻ്റെ പകരം പയർ യൂസ് ചെയ്യാം, പയറും ചെറിയ ഉള്ളിയും. സോ ഇത് നന്നായിട്ട് വെണ്ടക്ക നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആവണം. പിന്നെ ഉള്ളി ഇട്ടിട്ട് ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ടിട്ട് പിന്നെ കുറച്ച് കറി ലീഫ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആവണം. പിന്നെ ഇത് വെണ്ടക്ക നന്നായിട്ട് ഫ്രൈ ആയി. പിന്നെ ഒരു ഹാഫ് കപ്പ് പുളിവെള്ളം ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം. പിന്നെ ഇവിടെ ഈ മസാല അരച്ചു, ഞാൻ മിക്സിയിൽ അരച്ചു. പിന്നെ ഈ പുളിവെള്ളം ഇത് നന്നായിട്ട് തിളച്ച ശേഷം ആ മസാല ഇടാം. മസാല ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കണം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ കൂട്ടാൻ്റെ പണി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ അവസാനം ഇത് താളിച്ചിടണം. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കറി ലീഫും ഇട്ടിട്ട് അത് താളിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് ചപ്പാത്തി, ചോറ്, ഇഡ്ഡലി, ദോശയ്ക്കൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയൂ. എൻ്റെ ചാനലിനൊന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് സപ്പോർട്ട് മൈ യൂട്യൂബ് ജേർണി. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.